പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാൻ അനുവദിക്കില്ലെന്ന് മുഖ്യമന്ത്രി. മുൻവിധിയോടെയുള്ള സമീപനമുണ്ടാകില്ല. സ്വർണവും ഹവാല പണവും കടത്തുന്നവരെ ശക്തമായി നേരിടുക എന്നത് നാടിനോടുള്ള കടമയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഒരു പരാതി ലഭിച്ചാൽ പരിശോധിച്ച് നടപടിയെടുക്കുക എന്നതാണ് എപ്പോഴും സർക്കാർ സ്വീകരിക്കുന്ന രീതി. PV അൻവർ MLAയുടെ സ്വർണ്ണക്കടത്ത് പരാതിയിലും അന്വേഷണം നടക്കുകയാണ്. ആരോപണ വിധേയർ ആര് എന്നതിലല്ല, ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിലെ തെളിവുകൾ എന്തൊക്കെയെന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. നമ്മുടെ സംസ്ഥാനത്ത് പോലീസിന് നിർഭയമായും നീതിപൂർവമായും പ്രവർത്തിക്കാനും നിയമവിരുദ്ധ പ്രവർത്തികൾ തടയാനുമുള്ള സാഹചര്യം ഉറപ്പാക്കും. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിക്കുക എന്നത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അങ്ങനെ തെറ്റ് സംഭവിച്ചെങ്കിൽ അതിൻ്റെ മേലെയുള്ള കർക്കശമായ നടപടിയിലേക്കും സർക്കാർ കടക്കും. അതേസമയം പോലീസ് സേനയുടെ മനോവീര്യം തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാനും കഴിയില്ല. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് സ്വർണം പിടിച്ചത് മലപ്പുറത്താണ്. നടപടിക്രമങ്ങൾ പാലിച്ച് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ തൂക്കിയും വേർതിരിച്ചെടുത്തുമാണ് പോലീസ് സ്വർണം കസ്റ്റഡിയിൽ സൂക്ഷിക്കുന്നത്. പോലീസ് പിടികൂടിയ കള്ളക്കടത്ത് സ്വർണം, ഹവാല പണം, അതിൻ്റെ കണക്കുകൾ അത് ചില വ്യക്തത വരുത്തുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 3 വർഷം എടുത്താൽ 147.79 കിലോ സ്വർണം പിടികൂടി. അതിൽ മലപ്പുറം ജില്ലയിൽ മാത്രം പിടികൂടിയത് 124.47 കിലോ സ്വർണമാണ്. 122.5 കോടി രൂപയുടെ ഹവാല പണമാണ് പോലീസ് പിടിച്ചെടുത്തത്. അതിൽ 87.22 കോടി 22 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്നാണ്. പരിശോധനകൾ കർശനമാക്കാനും കള്ളക്കടത്തുകാരെ കർശനമായി കൈകാര്യം ചെയ്യാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇത് കൈരളി ന്യൂസ്, തിരുവനന്തപുരം.